വീണ്ടും റിവീൽ ടുഡേ മെഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ചില പ്രതിസന്ധികളുടെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ, ചില സാഹചര്യങ്ങളിൽ നാം എന്തു ചെയ്യണം എന്നറിയാതിരിക്കുമ്പോൾ, ആ സന്ദർഭത്തിലാണ് നാം നിരാശയുടെ വാക്കുകൾ പറയുന്നത്. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവർ കണ്ടത് മുഴുവൻ പ്രതികൂലമായിരുന്നു. ആക്ച്വലി ദൈവം അവരെ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. വഴിയില്ലാത്ത വാഗ്ദത്ത ദേശത്തേക്ക്, അതായത് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്ത് വഴിയുണ്ട്, പക്ഷെ വഴിയില്ലാത്ത സ്ഥലത്ത് ചെങ്കടലിന് മുമ്പിൽ ദൈവം അവരെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. ശത്രു സൈന്യത്തെ കൂടെ ദൈവം അവിടേക്ക് തുറന്നു വിടുകയാണ് അവർക്കെതിരെ. ആ സന്ദർഭത്തിലാണ് ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസത്തോടെ അവർ മൂവ് ചെയ്യണം. അവർ പറഞ്ഞ മുഴുവൻ നിരാശയുടെ വാക്കുകളാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ശവക്കുഴിയില്ല, ഞാനോ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. എന്നാൽ അഭിഷിക്ത ദാസൻ മോശ പറയുന്നു, ഭയപ്പെടേണ്ട, ഇന്ന് നിങ്ങൾ കണ്ട മിസ്രൈമിനെ കാണത്തില്ല, ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുകയും. അത് വചനമായി. വചനം ജീവനും ചൈതന്യമുള്ളതാണ്. വചനം വെളിച്ചം തരുന്നതാണ്. വചനത്തിനകത്ത് ശക്തിയുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ആ വചനം പറഞ്ഞപ്പോൾ അതിലൂടെ വെളിപ്പെട്ട പ്രകാശം അവരുടെ ഹൃദയങ്ങളിലെ ഇരുട്ടുകളെയും നിരാശകളെയും അസാധ്യതകളെയും മാറ്റി. അതുകൊണ്ടാണ് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ ഉണങ്ങിയ നിലത്തൂടെ എന്ന പോലെ നടന്നു. അപ്പോൾ ഏത് സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന പറയാനുള്ള ചെറിയ സന്ദേശം ഇതേ ഉള്ളൂ. മുൻപോട്ട് പോകാൻ എനിക്ക് വഴികളില്ല, എല്ലാം തടസ്സമാണെന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ അതിൻ്റെ നടുവിൽ നിങ്ങൾക്കൊരു വഴിയുണ്ട്. ആ വഴി എങ്ങനെ ലഭിക്കുന്നറിയോ? വചനമാണ്. അതിനുവേണ്ടി, അതാണ് ഇണയില്ലാതെ ഒന്നുമില്ല, ദൈവശാസ്ത്രീയമാണ് തിരുവെഴുത്തുകൾ. നമുക്ക് അപ്പോഴപ്പോൾ വേണ്ട വാഗ്ദത്തങ്ങൾ ദൈവം തരും. അതിൽ മുറുകെ പിടിക്കുക, വിശ്വാസൻ്റെ വാക്കുകൾ പറയുക. ആ ചെങ്കടൽ നിൻ്റെ മുമ്പിൽ പിളരുന്ന കാണും. എനിക്കറിയത്തില്ലാത്തൊരു ശുദ്ധാചാര ജീവിതങ്ങളോട് പറയുന്ന പ്രതിസന്ധികൾ നിൻ്റെ മുമ്പിൽ മാറുന്നതിന് കാണാൻ കഴിയും. അതുകൊണ്ട് ഏത് അസാധ്യതയുടെ നടുവിലും ഒരു വെളിപ്പാട് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക, ദൈവവചനം സ്വീകരിക്കുക, വിശ്വാസങ്ങളെ പ്രഖ്യാപിക്കുക, വിടുതൽ കാണാൻ കഴിയും. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.